ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഐസ്ക്രീം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണും 1 ടീസ്പൂണും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു 2-3 മിനിറ്റ് മതിയാകും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ ചൂട് നന്നായിട്ട് ആറണം, നന്നായിട്ട് തണുത്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എന്താ നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ ചൂട് ആറിയിട്ടുണ്ട്, നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. ഇപ്പോൾ എന്താ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലൊരു 4-5 ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ആ പാത്രം ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ പാത്രം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡും ഇതും 2 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ മിക്സി ബൗളിൽ നമ്മുടെ ഐസ്ക്രീം ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മിക്സി ബൗൾ ഫ്രീസറിൽ വയ്ക്കാൻ മറക്കരുത്. അത് നന്നായിട്ട് തണുത്തിരിക്കണം. നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ പാത്രം വെള്ളത്തിൻ്റെ മുകളിലേക്ക് വെക്കാം. നമുക്ക് നമ്മുടെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ മാത്രം വെച്ച് ബീറ്റ് ചെയ്യുക. അപ്പോൾ അതാ ഒരു 2 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്രീം കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കൊരു മീഡിയം സ്പീഡിൽ വെച്ചൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മീഡിയം സ്പീഡിൽ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇതാ ഈ ഒരു ഫോമിലായിട്ടുണ്ട്. ഒത്തിരി അങ്ങ് സ്റ്റിഫായി പോകരുത് നമ്മുടെ വിപ്പിംഗ് ക്രീം. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യില്ല, അത്രയും ചെയ്യരുത്. നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇതാ ഇപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതാ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ക്രീം. ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി അങ്ങ് കുത്തി ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വിപ്പിംഗ് ക്രീം മധുരമുള്ളതാണ്, അത് കാരണം ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തോരം വേണോ അത്രയും ചേർത്ത് കൊടുക്കുക. നാല് ടേബിൾ സ്പൂണോളം മാത്രമേ ചേർക്കണുള്ളൂ. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുവാണ്. ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പാത്രം അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 8 മണിക്കൂറോളം നമുക്ക് ഫ്രീസറിൽ വെക്കാം. അപ്പോഴേക്കും നന്നായിട്ട് തണുത്ത് സെറ്റായിട്ടുണ്ടാവും. ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം മിക്സിയിൽ ബീറ്റ് ചെയ്യാം. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സി ബൗൾ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുക. അതിനുശേഷം വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് പൾസ് ബട്ടൺ യൂസ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് സ്പീഡ് കൂട്ടി കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ വയ്ക്കുവാണേ. എന്നിട്ട് നമുക്ക് 8 മണിക്കൂറിന് ശേഷം പുറത്തെടുക്കാം. അപ്പോൾ എന്താ നമ്മുടെ ഐസ്ക്രീം ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. തുറന്നു നോക്കാം. ഫ്രീസറിൽ നിന്നെടുത്ത് ഒരു 10 മിനിറ്റ് വെളിയിലെടുത്ത് വയ്ക്കണം. അപ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള ഐസ്ക്രീമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും. അതുങ്ങളെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.